രാത്രി മഴ നനഞ്ഞ റോഡരികിൽ പഴയ പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൂട്ടിയിണക്കി ഉണ്ടാക്കിയ ചെറുപാളയത്തിനുള്ളിൽ 15-കാരനായ അരുൺ ഉണർന്നിരുന്നു. മഴത്തുള്ളികൾ നിലത്ത് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം അവന് പരിചിതമായിരുന്നു. അവന്റെ ജീവിതം തന്നെ അതുപോലെയായിരുന്നു. ശബ്ദമില്ലാതെ വീഴുന്ന വേദനകൾ. അച്ഛൻ എന്നൊരു മുഖം അവന്റെ ഓർമ്മകളിൽ ഇല്ല. അമ്മ ലക്ഷ്മി മാത്രമാണ് അവന്റെ ലോകം. രാവിലെ സൂര്യൻ ഉയരുന്നതിനു മുമ്പേ അവർ എഴുന്നേറ്റ് ചായ കുടിച്ചിറങ്ങും. വൈകുന്നേരം വരാം മോനെ എന്ന് പറഞ്ഞ് വീട്ടുജോലിക്ക് പോകും. അരുൺ അമ്മ പോകുന്നത് നോക്കി നിൽക്കും. പിന്നീട് അവൻ ഇറങ്ങും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഭിക്ഷയെടുക്കാൻ വേണ്ടി. പലരും തിരിഞ്ഞു നോക്കാതെ നടന്നു. ചിലർ കയ്യിലിരുന്ന നാണയം വലിച്ചെറിഞ്ഞു. അവൻ അത് എടുത്ത് നെഞ്ചോട് ചേർത്തു. അത് പണമല്ല, ഒരു ദിവസം അമ്മക്ക് ഭക്ഷണമായിരുന്നു. അമ്മയായിരുന്നു അവന്റെ ശക്തി. വിശപ്പുള്ള രാത്രികളിൽ അവർ പറയും, നീ പഠിക്കണം അരുൺ. ഞാൻ ജോലി ചെയ്യുന്ന കാലം വരെ നീ ഭിക്ഷക്കാരനല്ല. അവൻ ചിരിക്കും. ആ ചിരി മാത്രം അവനുള്ള സമ്പത്ത്. ആ ദിവസം എല്ലാം സാധാരണമായിരുന്നു. വൈകുന്നേരമായിട്ടും അമ്മ വന്നില്ല. ഇരുട്ട് പടർന്നപ്പോൾ അവന്റെ മനസ്സിൽ ഒരു ഭയം നുഴഞ്ഞു കയറി. അവൻ വഴിയിലേക്കിറങ്ങി. അമ്മ വരുന്ന പാതയിൽ നിന്നു. അപ്പോൾ ഒരു പോലീസ് ജീപ്പ്. ലക്ഷ്മിയുടെ മകനാണോ നീ? അരുൺ തല കുനിച്ചു. ഒരു അപകടം. വാക്കുകൾ അവന്റെ കാതിൽ പൂർണ്ണമായി എത്തിയില്ല. ആശുപത്രിയിലെ വെളുത്ത വെളിച്ചത്തിൽ അമ്മ കിടക്കുകയായിരുന്നു. അവരുടെ കൈകൾ തണുത്തിരുന്നു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നില്ല. ശബ്ദം പോലും ഇല്ല. അമ്മേ. അവൻ അവരുടെ വിരലുകൾ പിടിച്ചു. ഒരു കാറ്. അമിത വേഗം. സമ്പന്നനായ ഒരാൾ. അവളുടെ ജീവൻ അങ്ങനെ അവസാനിച്ചു. അന്ന് രാത്രി അരുൺ ഉറങ്ങിയില്ല. അവൻ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, ഞാനിനി ഭിക്ഷയെടുക്കില്ല. എന്റെ അമ്മക്ക് വേണ്ടി ഞാൻ നീതി ചോദിക്കും. അവിടെ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. അമ്മയുടെ മരണം അരുൺ മനസ്സിലാക്കിയത് ശവസംസ്കാരത്തിന് ശേഷമായിരുന്നു. കത്തിയൊടിഞ്ഞ മരം പോലെ അവളുടെ ശരീരം ചിതയിൽ കിടക്കുമ്പോൾ അവന്റെ ഉള്ളിൽ എന്തോ തകർന്നു. കരയാൻ പോലും അവന് സമയം കിട്ടിയില്ല. ജീവിതം വീണ്ടും അവനെ റോഡിലേക്ക് തള്ളി. അപകടത്തിന്റെ വാർത്ത നഗരത്തിൽ പടർന്നത് വേഗത്തിലായിരുന്നു. ഒരു കോടീശ്വരന്റെ കാറിടിച്ച് ഒരു പാവപ്പെട്ട സ്ത്രീ മരിച്ചു എന്ന വാചകം പത്രത്തിന്റെ അകത്തെ പേജിലൊതുങ്ങി. പ്രതിയുടെ പേര് രാജീവ് മേനോൻ. വലിയ ബിസിനസ്സുകാരൻ. രാഷ്ട്രീയ ബന്ധങ്ങൾ. വില കൂടിയ വക്കീലുകൾ. പോലീസ് സ്റ്റേഷനിൽ അരുൺ ഇരിക്കുമ്പോൾ അവന്റെ കൈകൾ വിറച്ചു. അമ്മയെ കൊന്നവന് ശിക്ഷ കിട്ടുമോ? അവൻ ചോദിച്ചു. ഒരു പോലീസ് ഓഫീസർ ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു, ഞങ്ങൾ നോക്കുന്നുണ്ട് കുട്ടി. അവന് മനസ്സിലായി, ആ നോക്കാം എന്ന വാക്കിനുള്ളിൽ ഒരു കള്ളം ഒളിഞ്ഞിരിക്കുന്നു. കേസ് കോടതിയിലെത്തി. സർക്കാർ ഒരു നിയമസഹായ വക്കീലിനെ നിയമിച്ചു. ശങ്കരൻ പിള്ള. വയസ്സായ ഒരു മനുഷ്യൻ. കണ്ണുകളിൽ ക്ഷീണം. പക്ഷേ ഉള്ളിൽ നീതി ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു. കുട്ടി, സത്യം പറയാൻ ധൈര്യമുണ്ടോ? വക്കീൽ ചോദിച്ചു. എന്റെ അമ്മക്ക് വേണ്ടി ഞാൻ എല്ലാം പറയും, അരുൺ ഉറപ്പോടെ പറഞ്ഞു. കോടതി മുറിയിൽ അവൻ ആദ്യമായി കയറിയ ദിവസം അവൻ തന്റെ കാലുകൾ ഒളിപ്പിക്കാൻ ശ്രമിച്ചു. ചെരുപ്പില്ലാത്തതിന്റെ നാണം. ചുറ്റും സ്യൂട്ടും ടൈയും ധരിച്ച ആളുകൾ. അവർക്കിടയിൽ അവനൊരു അന്യൻ. പ്രതി രാജീവ് മേനോൻ സീറ്റിലിരുന്ന് ചിരിച്ചു. അവന്റെ കണ്ണുകളിൽ പശ്ചാത്താപം ഇല്ലായിരുന്നു. ഇതൊരു ദുഃഖകരമായ അപകടം മാത്രമാണ്, അവന്റെ വക്കീൽ പറഞ്ഞു. അമിത വേഗമില്ല. മദ്യപിച്ചിരുന്നില്ല. അരുൺ അത് കേട്ട് കയ്യുകൾ മുറുക്കി. അമ്മയെ റോഡിൽ കിടത്തിയിട്ട് ഒരു നിമിഷം പോലും നിർത്താതെ പോയ കാറിന്റെ ചിത്രം അവന്റെ മനസ്സിൽ തെളിഞ്ഞു. കോടതിയിലെ ജഡ്ജ് ശങ്കരനാരായണൻ ശാന്തനായിരുന്നു. അയാൾ കുട്ടിയെ നോക്കി ചോദിച്ചു, നിനക്കെല്ലാം മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട് ജഡ്ജി സാർ, അരുൺ പറഞ്ഞു. ഇത് എന്റെ അമ്മയുടെ കേസാണ്. അന്ന് കോടതി പിരിഞ്ഞപ്പോൾ അരുൺ ഒരൊറ്റ കാര്യം മനസ്സിലാക്കി. പണം ഉള്ളവർക്ക് നിയമം ഒരു ആയുധമാണ്. പണം ഇല്ലാത്തവർക്ക് അത് അവസാന പ്രതീക്ഷ. അവൻ ആ പ്രതീക്ഷ കൈവിടാൻ തയ്യാറായിരുന്നില്ല. കേസ് മുന്നോട്ടു പോകുമ്പോൾ അരുൺ ആദ്യമായി മനസ്സിലാക്കിയത് സത്യം മാത്രം മതിയാകില്ല എന്നായിരുന്നു. സത്യം തെളിയിക്കാൻ സാക്ഷികൾ വേണം. അപകടം നടന്ന രാത്രിയിൽ റോഡിനരികിൽ ആളുകൾ ഉണ്ടായിരുന്നു. ചായക്കട, ബസ് സ്റ്റോപ്പ്, ഒരു ഓട്ടോ സ്റ്റാൻഡ്, എല്ലാം സമീപത്തായിരുന്നു. വക്കീൽ ശങ്കരൻ പിള്ള അരുണിനോടൊപ്പം സാക്ഷികളെ അന്വേഷിച്ചു. അവരെന്തെങ്കിലും പറയുമായിരിക്കും, അരുൺ പ്രതീക്ഷയോടെ പറഞ്ഞു. ആദ്യ സാക്ഷി ചായക്കടക്കാരൻ. അന്ന് രാത്രി കാറ് ഭയങ്കര വേഗത്തിലായിരുന്നു. അവൻ ആദ്യം പറഞ്ഞു,
2 ദിവസം കഴിഞ്ഞപ്പോൾ കോടതിയിൽ അവന്റെ ശബ്ദം മാറി. നല്ല ഇരുട്ടായിരുന്നു, ഞാൻ വ്യക്തമായി കണ്ടില്ല. അരുൺ അത് കേട്ട് ഞെട്ടി. ഓട്ടോ ഡ്രൈവർ, ബസ് കണ്ടക്ടർ, വഴിയാത്രക്കാർ എല്ലാവരും ഒരേ വാചകം. ഒന്നും കണ്ടില്ല, ഓർമ്മയില്ല. കോടതിയിൽ പ്രതിയുടെ വക്കീൽ ചിരിച്ചു. ഓരോ സാക്ഷിയുടെയും പിന്നിൽ പണം സംസാരിക്കുന്നുണ്ടെന്ന് അരുൺ തിരിച്ചറിഞ്ഞു. അമ്മ റോഡിൽ കിടക്കുന്നത് കണ്ട ഒരാൾ പോലും സത്യം പറഞ്ഞില്ല. ഒരു ദിവസം കോടതി പിരിഞ്ഞ ശേഷം അരുൺ പുറത്തിരുന്ന് കരഞ്ഞു. അമ്മേ, സത്യമാരും പറയുന്നില്ല. ശങ്കരൻ പിള്ള അവന്റെ ചുമലിൽ കൈവച്ചു. കുട്ടി, സത്യം പറയാൻ ധൈര്യം വേണം, പണം ഭയപ്പെടുത്തും. അവൻ ആദ്യമായി പരാജയം അനുഭവിച്ചു. അതേസമയം പ്രതി രാജീവ് മേനോൻ പത്രങ്ങളിൽ പ്രസ്താവന നൽകി. ഞാൻ ഈ കുടുംബത്തെ സഹായിക്കാൻ തയ്യാറാണ്. അരുൺ അമ്മയുടെ ചിത്രം നെഞ്ചോട് ചേർത്തു. സാക്ഷികൾ മിണ്ടില്ലെങ്കിൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ സാക്ഷിയാകും. അടുത്ത കോടതി തീയതി അടുത്തു വരുമ്പോൾ അവന്റെ മനസ്സിൽ ഭയം ഇല്ലായിരുന്നു, പകരം ഒരു തീ. അവൻ തന്റെ വിശപ്പും ദാരിദ്ര്യവും മറന്നു. അവൻ ഓർമ്മയുണ്ടായിരുന്നത് ഒരൊറ്റ മുഖം, അമ്മയുടെ. കോടതി മുറിയിൽ അവൻ വീണ്ടും കയറി. പ്രതി വീണ്ടും ചിരിച്ചു. ജഡ്ജി ചോദിച്ചു, സാക്ഷികൾ പറയുന്നത് ഒന്നും വ്യക്തമല്ല. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ മോനെ? അരുൺ തല ഉയർത്തി. അവൻ ആ നിമിഷം മനസ്സിലാക്കി, ഈ കേസ് വെറും അപകടമല്ല, ഇത് പണത്തിനും നീതിക്കും ഇടയിലെ യുദ്ധമാണ്. കോടതി മുറി അന്നൊരു അസാധാരണ നിശബ്ദതയിൽ ആയിരുന്നു. വലിയ ഫാനുകളുടെ ശബ്ദം പോലും കേൾക്കാവുന്നത്രേ. ജഡ്ജ് ശങ്കരനാരായണൻ തന്റെ സീറ്റിൽ ഇരുന്ന് കേസ് ഫയൽ മറിച്ചു നോക്കി. പ്രതിയുടെ വക്കീൽ ആത്മവിശ്വാസത്തോടെ ഇരുന്നപ്പോൾ അരുൺ പിറകിലെ ബെഞ്ചിൽ തല കുനിച്ചിരുന്നു. സാക്ഷികളുടെ മൊഴിയിൽ വ്യക്തതയില്ല. ജഡ്ജ് പറഞ്ഞു, ഇതൊരു സാധാരണ അപകടം തന്നെയെന്ന് തോന്നുന്നു. അത് കേട്ടപ്പോൾ അരുണിന്റെ ഹൃദയം ഇടിഞ്ഞുപോയി. ശങ്കരൻ പിള്ള എഴുന്നേറ്റു. ജഡ്ജി സർ, കുട്ടിക്ക് ഒരു കാര്യം പറയാനുണ്ട്. കോടതി വീണ്ടും നിശബ്ദമായി. കുട്ടി, മുന്നോട്ടു വരൂ, ജഡ്ജ് പറഞ്ഞു. അരുൺ പതുക്കെ നടന്നു. ഓരോ ചുവടും അവന്റെ ജീവിതത്തിലെ ഏറ്റവും ഭാരമേറിയ ചുവടുകളായിരുന്നു. അവൻ ജഡ്ജിയുടെ മുന്നിൽ നിന്നപ്പോൾ അവന്റെ കണ്ണുകൾ നേരെ നോക്കി. ഭിക്ഷക്കാരനായിരുന്ന അവൻ ആദ്യമായി തല ഉയർത്തി നിന്ന നിമിഷം. നിനക്ക് പറയാനുള്ളത് പറയാം, ജഡ്ജ് സൗമ്യമായി പറഞ്ഞു. ഒരു നിമിഷം അരുൺ മിണ്ടിയില്ല. അവൻ കോടതിയിൽ ഓരോ മുഖവും നോക്കി. അവനെ അവഗണിച്ച കണ്ണുകൾ, ചിരിച്ച മുഖങ്ങൾ. അവൻ ആഴമായി ശ്വാസമെടുത്തു. ജഡ്ജി സർ, അവന്റെ ശബ്ദം വിറച്ചെങ്കിലും ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ഭിക്ഷക്കാരനാണ്, എനിക്ക് പണമില്ല. എന്നാൽ ഞാൻ പറയുന്നതിൽ സത്യമുണ്ട്. പ്രതിയുടെ വക്കീൽ ഇടപെട്ടു. ഇത് വികാരപരമായ പ്രസംഗമാണ്. ജഡ്ജ് കൈ ഉയർത്തി. കുട്ടിയെ സംസാരിക്കാൻ വിടൂ. അരുൺ തുടർന്നു. എന്റെ അമ്മ റോഡ് മുറിച്ച് കടക്കുമ്പോൾ ആ കാർ വേഗത്തിലായിരുന്നു. ഡ്രൈവർ നിർത്തിയില്ല, ഒന്നിറങ്ങി നോക്കിയതുപോലുമില്ല. എനിക്കാരുമില്ല, അരുൺ പറഞ്ഞു. എന്നാൽ എന്റെ അമ്മയുടെ രക്തം ഞാൻ കണ്ടതാണ്. ജഡ്ജിയുടെ മുഖഭാവം മാറി. പ്രതി ആദ്യമായി അസ്വസ്ഥനായി. അരുൺ ഒരു നിമിഷം നിശബ്ദനായി. പിന്നെ അവൻ പറഞ്ഞു, ഈ കേസിന്റെ വിധി ഞാൻ പറയാം. ആ വാക്കുകൾ കോടതി മുറിയിൽ മുഴങ്ങി. ജഡ്ജ് നേരെ അവനെ നോക്കി. അടുത്ത വാക്കുകൾ കേൾക്കാൻ എല്ലാവരും ശ്വാസം പിടിച്ചു. ഈ കേസിന്റെ വിധി ഞാൻ പറയാം. അരുൺ ആ വാക്കുകൾ പറഞ്ഞ നിമിഷം കോടതി മുറിയിൽ ഒരു മിന്നൽ വീണതുപോലെ എല്ലാവരും നിശബ്ദമായി. പ്രതിയുടെ വക്കീലുകൾ പോലും തമ്മിൽ നോക്കി. ജഡ്ജ് ശങ്കരനാരായണൻ അല്പം മുന്നോട്ട് ചാഞ്ഞിരുന്നു. കുട്ടി, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജഡ്ജ് ശാന്തമായി ചോദിച്ചു. അരുൺ തല ഉയർത്തി. അവന്റെ കണ്ണുകളിൽ ഭയം ഇല്ലായിരുന്നു. അതിൽ ഒളിഞ്ഞിരുന്നത് നഷ്ടത്തിന്റെ ആഴവും സത്യത്തിന്റെ തീക്ഷ്ണതയും ആയിരുന്നു. ജഡ്ജി സർ, അവൻ പറഞ്ഞു, ഈ കേസിൽ എന്റെ അമ്മയുടെ മരണത്തിന് കാരണം ഒരു കാറല്ല, ഒരു അപകടമല്ല, പണമാണ്. ആ കാർ ഓടിച്ചത് ഒരാൾ മാത്രമാണ്. അരുൺ തുടർന്നു. എന്നാൽ ആ കാറിനു മുന്നിൽ നിയമം മാറിപ്പോയി. അവന്റെ പണത്തിനു മുന്നിൽ സാക്ഷികൾ മൗനമായി. പ്രതി കസേരയിൽ നിന്ന് എണീക്കാൻ തുടങ്ങി. അവന്റെ മുഖത്തെ ചിരി മങ്ങിയിരുന്നു. എന്റെ അമ്മയെ ഇടിച്ചിട്ട് അവൻ നിർത്തിയില്ല, അരുൺ പറഞ്ഞു. അവൾ റോഡിൽ കിടന്ന് കരഞ്ഞു. ആരെയും വിളിക്കാൻ അവൾക്ക് സമയം കിട്ടിയില്ല. അവന്റെ ശബ്ദം ഇടറിത്തുടങ്ങി. പക്ഷെ അവൻ കരഞ്ഞില്ല. അയാളൊന്ന് ഇറങ്ങി നോക്കിയിരുന്നെങ്കിൽ, ഒരു ഓട്ടോ വിളിച്ചിരുന്നുവെങ്കിൽ എന്റെ അമ്മ ഇന്ന് ജീവനോടെ ഇരുന്നേനെ. പ്രതിയുടെ വക്കീൽ എഴുന്നേറ്റു. ഇത് തെളിവില്ലാത്ത ആരോപണമാണ്. അരുൺ തിരിഞ്ഞു നോക്കി. എന്റെ കയ്യിൽ വീഡിയോ ഇല്ല, എനിക്ക്
എനിക്ക് സാക്ഷികളില്ല. കോടതി വീണ്ടും നിശബ്ദമായി. ഞാൻ ഭിക്ഷക്കാരനാണ്, അരുൺ പറഞ്ഞു. എന്നാൽ ഞാൻ കള്ളം പറയുന്നവനല്ല. എനിക്ക് നഷ്ടമായത് പണമല്ല, എനിക്ക് നഷ്ടമായത് എന്റെ അമ്മയെയാണ്. ജഡ്ജ് പേന കയ്യിൽ പിടിച്ചു. അവൻ എഴുത്തു നിർത്തി. ഈ കേസിൽ അരുൺ അവസാനമായി പറഞ്ഞു, നിയമം പണത്തിന്റെ കൂടെയാണെങ്കിൽ അപ്പോൾ നീതി കൊണ്ട് ഉപകാരമില്ല. ആ വാക്കുകൾ ജഡ്ജിയെ ഞെട്ടിച്ചു. അരുൺ സംസാരിച്ചു തീർന്നപ്പോൾ കോടതി മുറി പൂർണ്ണമായും നിശബ്ദമായി. വലിയ മതിലുകളിലും പഴയ മരക്കസേരകളിൽ പോലും അവന്റെ വാക്കുകൾ പതിഞ്ഞതുപോലെ തോന്നി. ജഡ്ജ് ശങ്കരനാരായണൻ തല താഴ്ത്തി കുറച്ചു നിമിഷം മിണ്ടാതെ ഇരുന്നു. പ്രതിയുടെ വക്കീലുകൾക്ക് ആ നിശബ്ദത തന്നെ ഭയപ്പെടുത്തുന്നതായിരുന്നു. കുട്ടി, ജഡ്ജ് പതുക്കെ പറഞ്ഞു, നിനക്ക് ഉറപ്പുണ്ടോ നീ പറയുന്നത്? അരുൺ ഒരു നിമിഷം പോലും മടിച്ചില്ല. ഉണ്ട് ജഡ്ജി സാർ, എനിക്ക് കള്ളം പറഞ്ഞിട്ട് കിട്ടാനുള്ളത് ഒന്നുമില്ല. പ്രതിയുടെ മുഖത്ത് ആദ്യമായി പേടി തെളിഞ്ഞു. കോടതിയിൽ എല്ലാവരും പിറുപിറുക്കാൻ തുടങ്ങി. ശങ്കരൻ പിള്ള മുന്നോട്ട് വന്നു. ജഡ്ജി സാർ, ഈ കുട്ടിയുടെ മൊഴി ശരിയാണ്. അപകട സമയത്ത് സഹായം നൽകാത്തത് കുറ്റമാണ്. പ്രതിയുടെ വക്കീൽ ഉടൻ ഇടപെട്ടു. ഇതിന് തെളിവ് വല്ലതും ഉണ്ടോ? ഇത് തെളിവില്ലാത്ത വാക്കുകൾ മാത്രമാണ്. ജഡ്ജ് കൈ ഉയർത്തി. കുട്ടി, നീ പറഞ്ഞതെല്ലാം നിന്റെ മനസ്സിൽ നിന്നാണോ? അല്ല സർ, എന്റെ കണ്ണുകളിൽ നിന്നാണ്, അരുൺ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ജഡ്ജ് രേഖകൾ വീണ്ടും പരിശോധിച്ചു. മെഡിക്കൽ റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, സമയം. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ജഡ്ജ് പറഞ്ഞു. അപകടത്തിന് ശേഷം സഹായം ലഭിച്ചില്ല. പ്രതി തല താഴ്ത്തി. അരുൺ അവസാനമായി പറഞ്ഞു, എനിക്ക് എന്റെ അമ്മയെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അത് അസാധ്യമാണ്. എന്നാൽ മറ്റൊരു കുട്ടിക്കും എന്റെ പോലെ ഇവിടെ നിൽക്കേണ്ടി വരരുത്. ആ നിമിഷം കോടതി മുറിയിൽ സത്യം നിലവിളിച്ചു. അത് ശബ്ദമില്ലാത്ത നിലവിളിയായിരുന്നു. ജഡ്ജ് വിധി എഴുതാൻ തയ്യാറായി. കോടതി മുറിയിൽ സമയം നിൽക്കുന്നത് പോലെ തോന്നി. ജഡ്ജ് ശങ്കരൻ നാരായണൻ തന്റെ കണ്ണട നീക്കി മേശപ്പുറത്ത് വെച്ചു. മുന്നിലിരുന്ന കേസ് ഫയലുകൾ ഇനി അവന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയില്ല. അവന്റെ മനസ്സ് മുഴുവൻ ആ 15കാരന്റെ വാക്കുകളിലായിരുന്നു. അവൻ തന്റെ ബാല്യം ഓർത്തു. നീതി എന്ന വാക്കിന്റെ അർത്ഥം പഠിച്ച കാലം. നിയമപുസ്തകങ്ങൾ പറഞ്ഞതുപോലെ ആയിരുന്നില്ല ജീവിതം പഠിപ്പിച്ചത്. നിയമം കണ്ണടച്ചാൽ, അവൻ മനസ്സിൽ പറഞ്ഞു, നീതി അനാഥമാകും. അവൻ പ്രതിയെ നോക്കി. വില കൂടിയ വസ്ത്രങ്ങൾ, അഭിമാനം നിറഞ്ഞ മുഖം, ഇപ്പോൾ അല്പം വിറക്കുന്ന കൈകൾ. പിന്നെ അരുൺ. കീറിപ്പോയ ഷർട്ട്, ചെരുപ്പുകളില്ലാത്ത കാലുകൾ, പക്ഷെ നേരെ നിൽക്കുന്ന നോട്ടം. ജഡ്ജ് ചോദിച്ചു, പ്രതി രാജീവ് മേനോൻ, അപകടത്തിനു ശേഷം നിങ്ങൾ നിർത്തിയില്ലെന്ന് ഈ കുട്ടി പറയുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു നിമിഷം രാജീവ് മൗനം പാലിച്ചു. പിന്നെ പറഞ്ഞു, ഞാൻ ഭയന്നു ജഡ്ജി സാർ. ജനങ്ങൾ കൂടിയിരുന്നു. ആ മറുപടി കോടതിയിൽ വീണപ്പോൾ പലർക്കും തല കുനിക്കേണ്ടി വന്നു. ഭയം? ജഡ്ജ് ആവർത്തിച്ചു. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഭയം ന്യായമാണോ? അയാൾ തന്റെ പേന കയ്യിലെടുത്തു. ഒരു നിമിഷം അരുണിനെ നോക്കി. കുട്ടി, അയാൾ പറഞ്ഞു, നിനക്ക് നഷ്ടമായത് നിനക്ക് മാത്രം മനസ്സിലാകുന്ന വേദനയാണ്. അരുണൊന്നും പറഞ്ഞില്ല. അവൻ അമ്മയുടെ ചിത്രം മനസ്സിൽ കണ്ടു. ജഡ്ജ് വീണ്ടും പറഞ്ഞു, നിയമം പണക്കാരന്റെ കയ്യിലെ കളിപ്പാവയാകരുത്. കോടതിയിൽ ഒരു ശബ്ദവും ഇല്ലായിരുന്നു. അയാൾ വിധി എഴുതി തുടങ്ങി. ഓരോ വാക്കും അവന്റെ മനസ്സിലെ ഭാരമായി പേനയിലൂടെ ഒഴുകി. ഈ കേസിന് ഒരു അപകട കേസല്ല, ഇത് മനുഷ്യത്വത്തിനെതിരെയായ കുറ്റമായിരുന്നു. അരുൺ കണ്ണുകൾ അടച്ചു. അവന്റെ ഹൃദയം അതിവേഗം ഇടിച്ചു. വിധി പറയാനുള്ള നിമിഷം അടുത്തിരുന്നു. കോടതി മുറിയിൽ വീണ്ടും ആളുകൾ നിറഞ്ഞു. വാർത്താ മാധ്യമങ്ങളുടെ ക്യാമറകൾ പുറത്ത് കാത്തുനിന്നു. സമ്പന്നനായ ബിസിനസ്സുകാരൻ, ഭിക്ഷക്കാരനായ കുട്ടി എന്ന തലക്കെട്ട് എല്ലാവരെയും ആകർഷിച്ചിരുന്നു. എന്നാൽ അകത്ത് എല്ലാം വളരെ ഗൗരവമായിരുന്നു. ജഡ്ജ് ശങ്കരനാരായണൻ തന്റെ സീറ്റിൽ ഇരുന്നപ്പോൾ കോടതി ഉദ്യോഗസ്ഥർ വിളിച്ചു. കേസ് നമ്പർ, വിധി പ്രഖ്യാപനം. അരുൺ മുന്നിലിരുന്ന ബെഞ്ചിൽ കൈകൾ കൂട്ടിപ്പിടിച്ചു. അവന്റെ കൈകൾ വിറച്ചിരുന്നു. പക്ഷെ അവന്റെ മനസ്സിൽ അമ്മയുടെ മുഖം മാത്രം. പ്രതി രാജീവ് മേനോൻ തല താഴ്ത്തി ഇരുന്നിരുന്നു. അവന്റെ അഭിമാനം തകർന്നു പോയിരുന്നു. ജഡ്ജ് തന്റെ ശബ്ദം ഉയർത്തി. ഈ കേസ് ഒരു സാധാരണ റോഡ് അപകടമായി മാത്രം കാണാൻ കഴിയില്ല. അയാൾ തുടർന്നു. തെളിവുകൾ പരിശോധിക്കുമ്പോൾ അപകടത്തിനു ശേഷം
ആവശ്യമായ സഹായം നൽകാതിരുന്നത് വ്യക്തമാണ്. കോടതിയിൽ ശ്വാസം പിടിച്ച നിശബ്ദത. ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കാതിരുന്നത് ജഡ്ജ് പറഞ്ഞു. നിയമപരമായ കുറ്റമാണ്, മനുഷ്യത്വപരമായി അത് അതിലും വലിയ കുറ്റമാണ്. പ്രതിയുടെ വക്കീൽ ഇടപെടാൻ ശ്രമിച്ചു. ജഡ്ജ് കൈ ഉയർത്തി തടഞ്ഞു. കോടതി കുട്ടിയുടെ മൊഴിയെ അവഗണിക്കുന്നില്ല. അയാൾ പറഞ്ഞു, കാരണം അത് സത്യസന്ധമാണ്, അത് വേദനയിൽ നിന്നുള്ളതാണ്. അരുൺ കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും അവൻ കരഞ്ഞില്ല. ഈ കോടതി വിശ്വസിക്കുന്നു. ജഡ്ജ് തുടർന്നു. പണത്തിന്റെയും സ്വാധീനത്തിന്റെയും മറവിൽ ഒരു കുറ്റം മറക്കാൻ ശ്രമിച്ചു. ജഡ്ജ് അവസാനമായി പറഞ്ഞു, ഇനി ഈ കേസിന്റെ വിധി. അരുണിന്റെ ഹൃദയം വേഗത്തിലിടിച്ചു. ജഡ്ജ് ശങ്കരനാരായണൻ മുന്നിലെ രേഖകൾ അടച്ചു. തന്റെ കണ്ണട ശരിയാക്കി നേരെ പ്രതിയിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ കരുണയില്ലായിരുന്നു, വൈരാഗ്യവും ഇല്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് നീതിയായിരുന്നു. പ്രതി രാജീവ് മേനോൻ. ജഡ്ജ് ഗൗരവത്തോടെ പറഞ്ഞു, ഈ കോടതി നിങ്ങളെ കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്നു. ആ വാക്കുകൾ കോടതി മുറിയിൽ ഇടിമുഴക്കമായി മാറി. പ്രതിയുടെ മുഖം വെളുത്തുപോയി. അവന്റെ കൈകൾ കസേരയുടെ കൈപ്പിടിയിൽ മുറുക്കെ പിടിച്ചു. വക്കീലുകൾ തമ്മിൽ നോക്കി. ആരുമൊന്നും പറയാൻ കഴിയാതെ നിന്നു. അപകടത്തിനു ശേഷം ജഡ്ജ് തുടർന്നു, ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ശ്രമിക്കാതിരുന്നത് കോടതിയുടെ അഭിപ്രായത്തിൽ ഗുരുതരമായ അശ്രദ്ധയാണ്. അരുൺ കണ്ണുകൾ അടച്ചു. അവന്റെ ചെവികളിൽ അമ്മയുടെ ശബ്ദം മുഴങ്ങി. പണം ഉണ്ടെങ്കിൽ നിയമം വാങ്ങാം എന്ന ചിന്ത ജഡ്ജ് പറഞ്ഞു, ഈ കോടതിയിൽ അംഗീകരിക്കാനാവില്ല. കോടതി മുറിയിൽ ചിലർ തലകുനിച്ചു, ചിലർ കണ്ണീർ തുടച്ചു. ഈ കേസിൽ ജഡ്ജ് പ്രഖ്യാപിച്ചു, പ്രതിയെ കർശനമായ തടവിനും ഇരയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിനും ഈ കോടതി വിധിക്കുന്നു. അരുൺ ഒന്നും കേട്ടില്ലെന്ന പോലെ നിന്നു. നഷ്ടപരിഹാരം എന്ന വാക്കിന് അവന്റെ മനസ്സിൽ അർത്ഥമില്ലായിരുന്നു. അവന് വേണ്ടിയിരുന്നത് മറ്റൊന്നായിരുന്നു. ജഡ്ജ് അവനെ നോക്കി. കുട്ടി, അയാൾ സൗമ്യമായി പറഞ്ഞു, നിയമം നിനക്ക് നീതി നൽകിയിട്ടുണ്ട്. നിന്റെ ധൈര്യമാണ് ഇത് സാധ്യമാക്കിയത്. അരുൺ പതുക്കെ തല ഉയർത്തി. ജഡ്ജി സർ, അവൻ പറഞ്ഞു, എന്റെ അമ്മക്ക് നീതി കിട്ടിയതാണെങ്കിൽ എനിക്ക് മറ്റൊന്നും വേണ്ട. കോടതി മുറിയിൽ കയ്യടി മുഴങ്ങി. കോടതി മുറി ഒഴിഞ്ഞപ്പോൾ അരുൺ പുറത്തേക്ക് നടന്നു. പടികൾ ഇറങ്ങുമ്പോൾ അവന്റെ കാലുകൾ വിറച്ചിരുന്നില്ല. തന്റെ ചുമലിലെ ഭാരം കുറഞ്ഞതുപോലെ അവന് തോന്നി. അവൻ നേരെ പോയത് ശ്മശാനത്തിലേക്കാണ്. കയ്യിൽ പൂക്കൾ. പണം കൊടുത്ത് വാങ്ങിയതല്ല, വഴിയരികിൽ കണ്ടെടുത്തത്. അമ്മേ, അവന്റെ ശബ്ദം പതുക്കെയായിരുന്നു. അമ്മക്ക് ആവശ്യമുള്ള നീതി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നു. അവൻ കരഞ്ഞു. അത് തോൽവിയുടെ കരച്ചിൽ അല്ലായിരുന്നു. അന്ന് വൈകുന്നേരം ഒരു സാമൂഹിക പ്രവർത്തകൻ അവനെ സമീപിച്ചു. നിനക്ക് പഠിക്കണോ? അയാൾ ചോദിച്ചു. അരുൺ തലകുലുക്കി. അതെ. അവൻ വീണ്ടും സ്കൂളിൽ ചേർന്നു. പുസ്തകങ്ങൾ കിട്ടി. ഒരു ചെറിയ മുറി. അമ്മയില്ലാത്ത ലോകം ആയിരുന്നെങ്കിലും പ്രതീക്ഷയുണ്ടായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ഒരു കോടതി മുറിയിൽ ഒരു യുവാവ് നിന്നു, വക്കീൽ വേഷത്തിൽ. അവന്റെ കണ്ണുകളിൽ പഴയ വേദനയുണ്ടായിരുന്നു, പക്ഷെ അതിനു മുകളിൽ ഉറച്ച വിശ്വാസവും. അവൻ തന്റെ ഫയലിൽ എഴുതിയിരുന്നു, നീതി പണത്തിന്റേതല്ല, ധൈര്യത്തിന്റേതാണ്. അത് അരുണായിരുന്നു.